പുളിയിൽ വിറ്റാമിനുകൾ B1, B2, B3, സി, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയുൾപ്പെടെയുള്ള പോഷകങ്ങളുടെ കലവറയാണ് പുളി. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പോളിഫെനോൾസ്, ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ ആന്റിഓക്സിഡന്റുകളും ഇതിൽ സമ്പന്നമാണ്. ഉയർന്ന ടാർട്ടാരിക് ആസിഡും ഭക്ഷണനാരുകളും ഉള്ളതിനാൽ പുളി പരമ്പരാഗതമായി പ്രകൃതിദത്ത പോഷകമായി ഉപയോഗിക്കുന്നു. ഇത് പിത്തരസം ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഭക്ഷണം കൂടുതൽ ഫലപ്രദമായി തകർക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും ആരോഗ്യകരമായ ദഹനവ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പുളിയിലെ പൊട്ടാസ്യവും പോളിഫെനോളുകളും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പുളി സത്ത് LDL മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും HDL നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ഹൃദയ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പുളിയിലെ വിറ്റാമിൻ സിയും മറ്റ് ആന്റിഓക്സിഡന്റുകളും അണുബാധകളെയും വീക്കം അവസ്ഥകളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നതിലൂടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. പതിവ് ഉപഭോഗം ജലദോഷം, പനി, ചെറിയ അണുബാധകൾ എന്നിവയുടെ ആവൃത്തി കുറയ്ക്കാൻ സഹായിച്ചേക്കാം. പുളിയിൽ സ്വാഭാവിക വിരുദ്ധ ബാഹ്യാവിഷ്കാരവും വേദനസംഹാരിയുമായ ഫലങ്ങളുള്ള ലുബിയോൾ, സിന്നാമിക് ആസിഡ് തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. സന്ധിവേദന, പേശിവേദന, സന്ധിവാതം, മറ്റു വീക്കം എന്നിവയുമായി ബന്ധപ്പെട്ട വീക്കം എന്നിവ ഒഴിവാക്കാൻ ഇത് ഗുണം ചെയ്യും. പുളിയിലെ വിറ്റാമിൻ സി, ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ, ബെല്, മറ്റ് ആന്റിഓക്സിഡന്റുകൾ എന്നിവ ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാനും സഹായിക്കും. പ്രകൃതിദത്ത ചർമ്മസംരക്ഷണ പരിഹാരങ്ങളിൽ പുളി പലപ്പോഴും ഫേസ് മാസ്കുകളിലും സ്ക്രബുകളിലും ഉപയോഗിക്കുന്നു. പുളിയിൽ ഹൈഡ്രോക്സിസിട്രിക് ആസിഡ് ഡംന് അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പ് അടിച്ചമർത്തുകയും കൊഴുപ്പ് സംഭരണം തടയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമീകൃതാഹാരവും പതിവ് വ്യായാമവും സംയോജിപ്പിക്കുമ്പോൾ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ ഇത് പിന്തുണയ്ക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പുളി വളരെ അസിഡിറ്റി ഉള്ളതാണ്. കൂടാതെ പതിവായി കഴിക്കുന്നത്, പ്രത്യേകിച്ച് അസംസ്കൃതമായോ മിഠായിയുടെ രൂപത്തിലോ, കാലക്രമേണ പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കും. ദീർഘകാല ദന്തപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പുളി കഴിച്ചതിനുശേഷം വായ കഴുകുകയോ പല്ല് തേക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. പുളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. ഇത് പ്രമേഹരോഗികൾക്ക് ഗുണം ചെയ്യും, പക്ഷേ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർക്ക് അപകടകരമാണ്. അമിതമായി കഴിക്കുന്നത് ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക്, കുറഞ്ഞ രക്തത്തിലെ പഞ്ചസാര, കാരണമായേക്കാം. അതിനാൽ പ്രമേഹമുള്ളവർ ഇത് ജാഗ്രതയോടെ കഴിക്കണം. രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് ആസ്പിരിൻ അല്ലെങ്കിൽ വാർഫറിൻ പോലുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകളുമായി പുളി ഇടപഴകിയേക്കാം. നിങ്ങൾ കുറിപ്പടി മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, പതിവായി പുളി കഴിക്കുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവിനെ സമീപിക്കുന്നത് നല്ലതാണ്. ദഹനവും ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തുന്നത് മുതൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും ചർമ്മസംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതും വരെ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു രുചികരമായ പഴമാണ് പുളി. എന്നിരുന്നാലും, അതിന്റെ ഉയർന്ന അസിഡിറ്റിയും മരുന്നുകളുമായുള്ള സാധ്യതയുള്ള ഇടപെടലുകളും ഇത് മിതമായി കഴിക്കണമെന്ന് അർത്ഥമാക്കുന്നു, പ്രത്യേകിച്ച് സെൻസിറ്റീവ് പല്ലുകൾ, പ്രമേഹം അല്ലെങ്കിൽ അടിസ്ഥാന മെഡിക്കൽ അവസ്ഥകൾ ഉള്ളവർക്ക്. പല പ്രകൃതിദത്ത പരിഹാരങ്ങളെയും പോലെ സന്തുലിതാവസ്ഥയും അവബോധവും പ്രധാനമാണ്.